ഹായ് എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ മിക്കി എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മത്തിക്കറീൻ്റെ തേങ്ങ വറുത്തരച്ച മത്തിക്കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണണേ. അപ്പോൾ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഒരു 3 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നമ്മൾ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ളൊരു മത്തിക്കറിയാണ് കേട്ടോ. തേങ്ങയിൽ കുരുമുളക്, വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉള്ളി, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ, ചേർക്കുക. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറക്കണം കേട്ടോ. നമ്മൾ സാമ്പാറിനൊക്കെ തേങ്ങ വറക്കില്ലേ, അതുപോലെ നന്നായിട്ട് ഒന്ന് തേങ്ങ വറക്കുക. കുറച്ച് നേരം ആകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയും ആ കുരുമുളക് പൊടി ചേർക്കുന്നതിലും നല്ലത് കുരുമുളക് ചേർക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു നല്ല ബ്രൗൺ കളറാവണം, അപ്പോഴേക്കും നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ കറിക്കും. ഇനി ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ, അധികം എരിവ് വേണ്ട, കുരുമുളക് ഉള്ളതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. കളറിന് വേണ്ടി കാശ്മീരി ഉണ്ടെങ്കിൽ അതാവും നല്ലത്. അത് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പം ആറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അത് ആറി തണുത്തിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ചീനച്ചട്ടി പിന്നെയും നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു ഇടത്തരം 2 തക്കാളിയും പുളിവെള്ളവും കേട്ടോ. ഞാൻ വാളംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളിയോ ഇനി വേറെ എന്തെങ്കിലും പുളികൾ ഇഷ്ടമുള്ളവർ അത് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച പുളിവെള്ളത്തിൽ തക്കാളി ഒന്ന് നന്നായി വേവണം കേട്ടോ. ഏകദേശം നമ്മുടെ പുളിവെള്ളം തക്കാളിയൊക്കെ ഒന്ന് തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നല്ല നൈസായിട്ട് അരച്ചിട്ട് നമ്മുടെ ഈ തിളയ്ക്കുന്ന പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. തേങ്ങേൻ്റെ അരപ്പ് തിളച്ച് വരുമ്പോൾ നമ്മൾ നന്നായി വൃത്തിയാക്കി വെച്ച മത്തിയാണ് കേട്ടോ മീൻ. നല്ല നെയ്മത്തിയാണ്. അപ്പോൾ ആ മത്തി ഒന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. മീനിൽ നന്നായി മുളകും പുളിയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വെറുതെ ഇളക്കണ്ട, ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ മീൻകറി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ. എല്ലാ സാധനത്തിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ മാത്രമല്ല, അപ്പം, പുട്ട്, ദോശ എല്ലാത്തിനും പറ്റും. ഇത് ഇന്നേക്കല്ല ടേസ്റ്റ്. ശരിക്കും ഇന്ന് കറി വെച്ചാൽ നാളത്തേക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക. അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായവും പറയണം എങ്ങനെയുണ്ട് എന്ന് കേട്ടോ. അവസാനം നമുക്കൊരു തുള്ളി, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ, ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാണ്. എല്ലാ സാധനത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ.